Hi, this is Prince. Welcome to Greenland Frame. നമ്മൾ ഇന്ന് പോകുന്ന യാത്ര മഞ്ഞ് കാണുവാനായിട്ടുള്ള യാത്രയാണ്. അപ്പം അതിനായിട്ട് നമ്മൾ പോകുന്നത് സൈപ്രസ് മൗണ്ടനിലേക്കാണ്. അപ്പോൾ നമുക്ക് തുടർന്നുള്ള കാഴ്ചകളിലേക്ക് പോകാം. സറിയിൽ നിന്നുമാണ് എൻ്റെ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. സറിയിൽ നിന്നും വെസ്റ്റ് വാങ്കോവറിലെത്തി അവിടെ നിന്നും മൗണ്ടൻ ഹൈവേ വഴിയാണ് നമുക്ക് സൈപ്രസ് മൗണ്ടനിലേക്ക് പോകേണ്ടത്. സറിയിൽ നിന്നും വാങ്കോവറിലേക്ക് പോകുന്ന വഴിയുള്ള ന്യൂ പോർട്ട്മാൻ ബ്രിഡ്ജിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഫ്രേസർ റിവറിൻ്റെ രണ്ട് കരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേബിൾ സ്റ്റേയ്ഡ് ബ്രിഡ്ജ് ആണ് ഈ കാണുന്നത്. 10 ലെയിനുകളുള്ള ഈ ബ്രിഡ്ജ് 2020 മീറ്റർ നീളവും 65 മീറ്റർ വീതിയുമാണുള്ളത്. 2009 ഫെബ്രുവരി 4 സ്റ്റാർട്ട് ചെയ്തതിൻ്റെ നിർമ്മാണം ഏകദേശം 4 വർഷങ്ങൾക്ക് ശേഷം 2015 സെപ്റ്റംബർ 17 അവസാനിക്കുകയും പൊതുഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയും ചെയ്തു. 820 മില്യൺ മുടക്കിയാണ് ഈ പാലം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 1964 പണി കഴിപ്പിച്ച പഴയ പോർട്ട്മാൻ ബ്രിഡ്ജ് പുതിയ പാലം പൊതുഗതാഗതത്തിന് തുറന്നു കൊടുത്തതിനു ശേഷം ഒക്ടോബർ 2015 ഡിമോളിഷ് ചെയ്തു. സറിയിൽ നിന്നും ഏകദേശം 60 കിലോമീറ്ററും വാങ്കോവറിൽ നിന്നും 28 കിലോമീറ്ററുമാണ് സൈപ്രസ് മൗണ്ടനിലേക്കുള്ള ദൂരം. ട്രാൻസ് കാനഡ ഹൈവേയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് അവധി ദിവസമായതിനാലും കോവിഡിൻ്റെ ചില യാത്രാ പരിമിതികൾ ഉള്ളതിനാലും റോഡിൽ തിരക്ക് വളരെ കുറവാണ്. ഈ റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ധാരാളം മേൽപ്പാലങ്ങളും കൂടാതെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി വലിയ വലിയ കെട്ടിടങ്ങളും കാണുവാനായിട്ട് സാധിക്കും. പൊതുവെ തിരക്ക് കൂടിയ ഒരു സ്ഥലം കൂടിയാണ് വാങ്കോവർ. അതിനാൽ തന്നെ കോവിഡിൻ്റെ ഈ സമയങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിച്ചിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാവും. വാങ്കോവറിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കുവാനായി സ്കൈ ട്രെയിൻ യാത്ര തിരഞ്ഞെടുക്കാവുന്നതാണ്. സ്കൈ ട്രെയിനിൽ നിന്നുള്ള ഇപ്പോഴത്തെ രാത്രി കാഴ്ചകൾ വളരെ ആസ്വാദ്യമായിട്ടുള്ളതാണ്. കാരണം ഇപ്പോൾ വിൻ്റർ ആയതിനാലും ക്രിസ്മസ് സീസൺ ആയതിനാലും എങ്ങും പലവിധ വർണ്ണങ്ങളിലുള്ള ലൈറ്റുകളാൽ എല്ലായിടങ്ങളും വർണ്ണാഭമാണ്.
ഇപ്പോൾ ഇവിടെ 2 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. കോട വന്ന് ഇടയ്ക്കിടയ്ക്ക് മറയുന്നുണ്ട്. ചില സമയങ്ങളിൽ വിസിബിലിറ്റി 0 ആകാറുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ വാഹനം ഓടിക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. വിൻ്റർ സമയങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും റോഡിൻ്റെ കണ്ടീഷനും കാലാവസ്ഥയും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ചില സമയങ്ങളിൽ കാലാവസ്ഥ പെട്ടെന്ന് മാറുകയും -, ഡിഗ്രിയിലേക്ക് പോവുകയും ചെയ്താൽ റോഡ് സ്ലിപ്പറി ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കോവിഡിൻ്റെ സമയങ്ങളിലുള്ള ഇങ്ങനെയുള്ള യാത്രയിൽ ആഹാരം കടയിൽ നിന്നും വാങ്ങാതെ വീട്ടിൽ നിന്നും ഭക്ഷണം കയ്യിൽ കരുതുന്നത് ഉത്തമമാണ്. വിൻ്റർ സമയങ്ങളിൽ ഇലപൊഴിക്കുന്ന വൃക്ഷങ്ങളും മുന്നിൽ കാണുന്ന വലിയ കുന്നുകളും കണ്ടുള്ള ഈ യാത്ര വളരെ നയനമനോഹരമാണ്. ഹൈക്കിങ്ങിനും സ്കീയിങ്ങിനും പേരുകേട്ട സ്ക്വാമിഷിനും വിസ്ലറിനും ഇവിടെ നിന്ന് പോകാവുന്നതാണ്. അവിടേക്കുള്ള റോഡ് അറിയപ്പെടുന്നത് സീ ടു സ്കൈ റോഡ് എന്നാണ്. ഇപ്പോൾ നമ്മൾ മൗണ്ടൻ ഹൈവേയിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ഒരു യാത്രയുടെ ഫീലാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ധാരാളം വളവുകളുള്ള ഈ മൗണ്ടൻ ഹൈവേയിൽ മഞ്ഞ് വീണാൽ യാത്ര വളരെ ദുഷ്കരമാകും. സൈപ്രസ് മൗണ്ടനിലേക്കുള്ള യാത്രയിലെ ഫസ്റ്റ് വ്യൂ പോയിന്റ് ആണ് ബാരറ്റ് വ്യൂ പോയിന്റ് അഥവാ ഹൈ വ്യൂ ലുക്ക് ഔട്ട് എന്നും ഇവിടെ അറിയപ്പെടുന്നു. ഇവിടെ നിന്നും വാങ്കോവറും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളും കാണുവാനായിട്ട് സാധിക്കും. ഡൗൺ ടൗണിൽ നിന്നും 20 മിനിറ്റ് യാത്ര ചെയ്താൽ ഇവിടെ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. കൂടാതെ ഇവിടെ നിന്ന് സൺസെറ്റും വാങ്കോവറിൻ്റെ രാത്രി കാഴ്ചകളും വളരെ വ്യക്തമായി തന്നെ കണ്ട് ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. കൂടാതെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു ഇഷ്ട ഇടം കൂടിയാണ് ഈ സ്ഥലം. ആയിരത്തി 1975 ബ്രിട്ടീഷ് കൊളംബിയയിലെ പ്രീമിയർ ആയിരുന്ന ഡേവ് ബാരറ്റിൻ്റെ പേരാണ് ഈ വ്യൂ പോയിന്റ് നൽകിയിരിക്കുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്ന യാത്രികർക്ക് മൗണ്ടൻ ടോപ്പിന് മുൻപായി ഫ്രഷ് ആകുവാനും ആഹാരം കഴിക്കുവാനുമുള്ള സജ്ജീകരണങ്ങൾ ഇവിടെയുണ്ട്.
റോഡിൻ്റെ ഇരുവശങ്ങളിലായി പാർക്കിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. സൈപ്രസ് മൗണ്ടനെ പറ്റിയുള്ള അപ്ഡേറ്റുകളും ഇൻഫർമേഷനും നമുക്ക് ഇവിടെ നിന്നും ലഭ്യമാണ്. കൂടാതെ ഇത് ഡ്രോൺ പറപ്പിക്കുവാൻ സാധിക്കാൻ പറ്റാത്ത ഒരു ഏരിയ കൂടിയാണ്. ഇവിടെ നിന്നും ഏകദേശം 10 കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ മാത്രമേ സൈപ്രസ് മൗണ്ടൻ ടോപ്പിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ and comments. Thank you so much.